ഒരു നമ്മളിപ്പോൾ ഒരു എക്സിബിഷനിൽ ഒരു കുറേ കാലം മുമ്പ് പോണ വരെ യു വിൽ ഓൺലി ഫൈൻഡ് മെയിൽ ആർട്ടിസ്റ്റ്, റൈറ്റ്? നോട്ട് മെനി പീപ്പിൾ നോ ദ ഫീമെയിൽ ആർട്ടിസ്റ്റ്. സോ ഇത്തരം നമ്മൾക്ക് ഈ കോൺട്രഡിക്ടറി ദർശനങ്ങൾ നമ്മുടെ വർക്കിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക, അൺബയസ്ഡ് ആവും, അൺപ്രജുഡിസ്ഡ് ആവും, വളരെ കുറേ കൂടെ ടോളറൻ്റ് ആവും. അപ്പം ആസ് എൻ അംബാസിഡർ ഓഫ് മോഹിനിയാട്ടം വെളിയിലും അപ്പോൾ ഐ തിങ്ക് നമ്മളുടെ ആർട്ട് ഫോം എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കേണ്ടത്? ഫസ്റ്റ് ഇസ് ഫോർ യു ലെറ്റ് ദം റിലേറ്റ് ടു ഇറ്റ്. അതൊരു വലിയ നേട്ടമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞേ മതിയാവൂ. കാരണം ലോകമെമ്പാടും ഉള്ളതിൽ നിന്ന് ഒരു വലിയ പട്ടികയിൽ നിന്ന് ചുരുക്കപ്പട്ടികയിൽ ഒരു 6-ൽ ഒരാളായി എത്തി നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ ഒരു സ്പേസിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കുന്നു അല്ലേ? ഇനി എന്ന് പറയുന്നത് എനിക്ക് പീപ്പിൾ സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പീപ്പിൾ സ്പേസിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഐ ഫീൽ. അത് ഇറ്റ് ക്യാൻ ബി ത്രൂ ഒരു കോൺസേർട്ട്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ത്രൂ ഫിലിം, ഓർ ഇറ്റ് ക്യാൻ ബി ത്രൂ ദ ബിഗർ സിനിമ, ഇറ്റ് ക്യാൻ ബി ത്രൂ എ ബുക്ക്. എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭ സാഹിത്യോത്സവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സെഷനിൽ നിങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. അതിലേറെ സന്തോഷം പ്രിയപ്പെട്ട ഡോക്ടർ മേതിൽ ദേവികയുമായി സംസാരിക്കാൻ കഴിയുന്നു എന്നതിലാണ്. മേതിൽ ദേവിക ചേച്ചി എന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള സുഹൃത്തു കൂടിയാണ്. പരമ്പരാഗത നൃത്തത്തിലെ നവീന ദർശനങ്ങൾ എന്നൊരു കടിച്ചാൽ പൊട്ടാത്ത ഒരു തലക്കെട്ട് ഞങ്ങൾ ഈ കോൺവെർസേഷന് കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്കും നിങ്ങൾക്കും മേതിൽ ദേവിക എന്ന കൾച്ചറൽ സയൻറ്റിസ്റ്റിൽ നിന്ന്, ഡാൻസറിൽ നിന്ന് നമുക്കറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചിലത് ചോദിച്ചറിയാം എന്നത് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. തയ്യാറാക്കിയ കുറിപ്പ് ഞാൻ തൽക്കാലം അപ്പുറത്ത് വെച്ച് ചേച്ചിയോട് സംസാരിക്കാമെന്നാണ് കരുതുന്നത്. നേരത്തെ വളരെ വിപുലവും വളരെ ആധികാരികവുമായ ഒരു ഇൻട്രൊഡക്ഷൻ ശ്രീമതി ദേവികയെക്കുറിച്ച് തന്നു കഴിഞ്ഞു. പക്ഷേ എനിക്ക് അത്ഭുതം മോഹിനിയാട്ടം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തനത് നൃത്തരൂപത്തെ ഇത്രയേറെ വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കൊണ്ടുപോകാൻ ധൈര്യം കാണിക്കുന്ന ഒരു കലാകാരി എന്ന നിലയിൽ പരിചയപ്പെടുത്താനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആ ധൈര്യം ഏറ്റവും തുടക്കത്തിൽ എവിടെ നിന്നാണ് വന്നത്? ആക്ച്വലി ഞാനൊരു മോഹിനിയാട്ടം ഡാൻസർ ആവണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ആ ധൈര്യം വന്നത്. ഒരു ഡാൻസർ ആവണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സോ കോൾ മോഹിനിയാട്ടത്തിന് എനിക്കൊരു മറ്റ് ഡാൻസ് ഫോംസ് പോലെയല്ല, മോഹിനിയാട്ടത്തിനൊരു ദീർഘകാല ഗുരു എന്ന് പറയാൻ എനിക്ക് ഉണ്ടായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ബട്ട് 20 വയസ്സ് മുതൽ ഇന്ന് വരയ്ക്കും ഞാൻ എൻ്റെ വർക്കേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളൊന്നും ആരെയും കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്ലേ പോലെയായിരുന്നു എനിക്ക് ആദ്യം. ഇറ്റ് വാസ് ലൈക്ക് റിയലി ലൈക്ക് നമ്മൾ ലീല എന്നൊക്കെ പറയില്ല, ഖേല എന്നൊക്കെ പറയില്ല. അപ്പം അതിൽ വന്നൊരു ധൈര്യമായിരിക്കണം. ഓരോ പെർഫോമൻസിലും ഇപ്പോൾ ഒരു ആദ്യം വാലിഡേഷൻ്റെ ആവശ്യമില്ല, കിട്ടിയാൽ കിട്ടി. പിന്നെ എനിക്ക് ഈ സോ കോൾഡ് ആരും ഇത് ശരിയാണ് അല്ല എന്ന് പറയാൻ ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ അങ്ങനെ. പക്ഷെ ഓരോ വർക്ക് ചെയ്യുമ്പോഴും പുതിയതായി വന്നു തുടങ്ങി. പിന്നെ ഈ പറയുന്ന പോലെ റെവല്യൂഷണറി ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതാ ചെയ്തു വരുമ്പോഴേക്കും അങ്ങനെ ആയി തീരുകയാണ്. അത് റെവല്യൂഷനായി മാറുന്നതാണ്. ഞാൻ ചോദിക്കാൻ കാരണം, നമുക്കറിയാം കേരള സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ കലകളിലായാലും സംസ്കാരത്തിലായാലും ഒക്കെ ഒരു നിർബന്ധ ബുദ്ധിയുള്ളൊരു സമൂഹമാണ്. കുറച്ച് നിർബന്ധ ബുദ്ധിയുണ്ട്. അതിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഒരിത്തിരി റിലക്റ്റൻ്റായി അല്ലെങ്കിൽ കുറച്ച് റെസിസ്റ്റൻ്റ് കൂടിയാണ്, ഒരു പ്രതിരോധം കാണിക്കും. ഇതിങ്ങനെയാണോ, മേതിൽ ദേവിക ചെയ്യുന്ന ഡാൻസ് ആണോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അല്ലേ? അവരുടെ മുമ്പിലേക്കാണ് ഇതുപോലെയുള്ള എല്ലാ വേദികളിലും ഒരു നിറസാന്നിധ്യമായി അവരത് അംഗീകരിക്കും. പക്ഷേ മോഹിനിയാട്ടാണോ എന്നല്ലേ? സോറി, കറക്റ്റ്, മോഹിനിയാട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള വെള്ള കസവിൽ സൈഡിൽ മുടിയൊക്കെ കെട്ടിവെച്ച് ഇതുവരെ കണ്ടിട്ടുള്ള മോഹിനിയാട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഉച്ചലയിലെ തെയ്യത്തിൻ്റെ കണ്ണും തെയ്യത്തിൻ്റെ ഇതിനെന്താ പല്ലും വെച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് കാണുമ്പോൾ ശരിയാണ്, അത് മോഹിനിയാട്ടമാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. പക്ഷേ അത് കൃത്യമായും മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വിടാതെ അതിൻ്റെ ഒരു എന്താ മേതിൽ ദേവിക വേർഷനാണ്.
അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, ആ ഒരു റെസിസ്റ്റൻസിനെ മറികടന്ന് എനിക്കിഷ്ടമുള്ളത്, എനിക്ക് സന്തോഷം തരുന്നത്, എനിക്ക് പ്രേക്ഷകരുമായി സംവദിക്കാൻ കഴിയുന്നത്, ആ നിലയിലേക്ക് എത്തുന്ന ഒരു ധൈര്യം ഏത് സ്റ്റേജ് തുടക്കം തൊട്ടേ അതുണ്ടായിരുന്നു? ഇതൊരു ഒരു പെട്ടെന്ന് വരുന്നതല്ലല്ലോ. ഇപ്പോഴും ഒരു ഡാൻസറിന് കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം ട്രെയിനിങ് ഫേസ്, പിന്നെ പ്രാക്ടീസ് ഫേസ്, എത്രയോ വർഷം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമ്മൾ സ്റ്റേജിൽ അത്രയും കുറേ സ്റ്റേജസ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ആ നോംസിന് ചട്ടക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സൃഷ്ടി ഉണ്ടാക്കുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ ചട്ടക്കൂട്ട് ചെറുതായി മാറിയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ചില സെൽഫ് എക്സ്പ്രഷനുകൾ കൊടുക്കുന്നു. പിന്നെ അതുമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം അടുത്ത സ്റ്റേജിൽ കൊടുക്കാൻ തുടങ്ങുന്നു, ഇതൊന്നും നോക്കാണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഇതൊക്കെ മാറി പീപ്പിൾ ഓർ ദി ഓഡിയൻസ് അവരുടെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെ ഡെലിവറി ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന മോഹിനിയാട്ടത്തിൻ്റെ എന്താ ചട്ടക്കൂട്ടോ ചോദിച്ചാൽ ഈ ചട്ടക്കൂട്ട് എനിക്ക് തന്നെ അറിയില്ല. നമുക്ക് ഈ പറഞ്ഞു തരുന്ന ഹിസ്റ്ററി എന്നല്ലേ ഉള്ളൂ. ഇതിനിപ്പോൾ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എന്തായിരുന്നു, വളരെ റീസെൻ്റായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ, പക്ഷെ എന്തായിരുന്നു പാസ്റ്റ്, അതിൻ്റെ ലൈനേജും ട്രഡീഷൻസും ഭരതനാട്യത്തിൻ്റെ അത്രയ്ക്കും ഒരു ലൈനേജ് അതിനുണ്ടായിട്ടില്ല. എന്തെങ്കിലും എവിടെയൊക്കെയോ കട്ടായിപ്പോയി. പിന്നെ ഈ പറയുന്ന ആർട്ട് ഫോം തന്നെ ആക്ച്വലി സ്പീക്കിംഗ് ആരാണ് ഇതിനെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ് ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി മെന്നാണ്. it's just like fine art, 15 ഒരു നമ്മളിപ്പോൾ ഒരു എക്സിബിഷനിൽ ഒരു കുറേ കാലം മുമ്പ് പോണ വരെ you will only find male artists, right? Not many people know the female artists. Also art is also propagated by ഒരു വുമൺ കമ്പോസർ ഉണ്ടോ നമ്മുടെ ഈ ഒരു ആർട്ട് ഫോമിന്? അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഇഷ്ടം പോലെ പിക്ചേഴ്സ് ഉണ്ട്. വളരെ കുറച്ച് ഒന്നോ രണ്ടോ വിമനെ കാണാം. പറയാൻ അവിടെ മോഹിനിയാട്ടം ഒക്കെ അവിടെ ഉണ്ട് അല്ലേ? അതേപോലെ കമ്പോസേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിന്നും ഈ പറയുന്ന മഹാരാജ സ്വാതി തിരുനാളും ഇറൈമൻ തമ്പിയും ജയദേവരും ദീക്ഷിതരും യു ആർ ടോക്കിംഗ് അബൌട്ട് ഒരു വുമൺ സെൻട്രിക് സപ്പോസ് ടു ബി. ഇതാരാ അപ്പോൾ ഇത് വുമണാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, കലാമണ്ഡലത്തിൽ ആക്ച്വലി മഹാകവി വള്ളത്തോളും എ കെ രാജ തന്നെയാണ്. സോ അതിന്നൊക്കെ മാറി ചിന്തിക്കാനും വൈ ഷുഡ് ഐ ഓർ ഇതിങ്ങനെ തന്നെ നിന്നാൽ മതിയോ? ഇപ്പം ഞാൻ പേഴ്സണലി അതിൻ്റെ മീഡിയം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ആ ചട്ടക്കൂടിൽ കുറേ കാലം നിന്ന് പയറ്റിയത് കൊണ്ടാണ് അത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് പോലും അറിയില്ല. ഇഫ് യു ലുക്ക് അറ്റ് ഭരതാസ് നാട്യശാസ്ത്ര ഓൾസോ, ഈ ചിത്രാഭിനയ സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതാർക്കും ആക്ച്വലി നോബഡി, ഇഫ് യു ആസ്ക് എനി സ്റ്റുഡൻറ്റ് അവർ അറിയില്ല പറയും. അതിൽ മെയിനായി പറയുന്നത് തന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ഇതിൽക്കപ്പുറം ഹൗ ക്യാൻ an ആർട്ടിസ്റ്റ് പെർഫോം. പക്ഷെ അതിന് ഇത്രയും സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ക്രിയേറ്റിംഗ് ഫോർ ദ സേക്ക് ഓഫ് ക്രിയേറ്റിംഗ് അല്ല. ഇത് ഒരു ക്രിയേഷൻ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റേജ് കഴിയുമ്പോൾ, അത്രയും നമ്മൾ ചെയ്തതുകൊണ്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അത് ഔട്ട് ഓഫ് ദ ബോക്സ് ആവുകയും അത് ആൾക്കാരുമായി വളരെ കണക്റ്റഡായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഒരു വലിയൊരു ഘടകമാണ്. ഓഡിയൻസിന് പറ്റാത്ത വേറെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ വളരെ മിസ്റ്റിക്കലായിട്ടുള്ള ഈസോട്രിക് ആയിട്ടുള്ള വർക്കൊക്കെ അത് വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ചിലത് എൻ്റർടൈനിങ് ആവാം, ചിലത് ഒരു വളരെ അബ്സ്ട്രാക്റ്റ് ആവാം. എല്ലാവരെയും അറിയിച്ചോളണം എന്നൊന്നുമില്ല, ബട്ട് ചിലത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടാവാം. പിന്നെ ഈ ലൈക്ക് ഐ സെഡ്, ഇപ്പോൾ നമ്മളിപ്പം എല്ലാ ശാസ്ത്രത്തിലും ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് ആയാലും നമ്മുടെ ഇപ്പോൾ ധ്വന്യാലോകയായാലും ഇപ്പോൾ നമ്മുടെ ഏസ്തെറ്റിക് ട്രഡീഷൻസ് ആയാലും എപ്പോഴും ഈ പ്രേക്ഷക എന്ന് പറയുന്ന എല്ലാ ഫാക്കൾട്ടീസും വർക്ക് ചെയ്യുന്ന നല്ലോണം പ്രേക്ഷകരും അത്ര തന്നെ കേൾപ്പുള്ള ആൾക്കാരായിരിക്കണം. ബട്ട് ദേ നെവർ അഡ്രസ് പീപ്പിൾ വിത്തൗട്ട് ദിസ്. ആ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെയൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മുടെ ശാസ്ത്രം. അത് ഒരുപക്ഷെ മേതിൽ ദേവികയുടെ പെർഫോമൻസ് കണ്ട എത്ര പേർ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് മേതിൽ ദേവികയുടെ സ്റ്റേജ് പെർഫോമൻസ് കാണും മുമ്പ് ഞാൻ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇന്ന് ഞാൻ ഇരിക്കുന്നത് അവരുടെ പെർഫോമൻസ് സ്റ്റേജിൽ കണ്ട ശേഷം ആണ്. അപ്പോൾ സ്റ്റേജിൽ മേതിൽ ദേവികയുടെ പെർഫോമൻസ് കണ്ട ശേഷമുള്ള ഞാൻ തീർത്തും വ്യത്യസ്തയായ ഒരാളാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പം എൻ്റെ ഉള്ളിൽ ആ പെർഫോമൻസ് ഉണ്ടാക്കിയ സ്വാധീനം ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ പോയിന്റ്. അതായത് ഇപ്പോൾ ഞാൻ അങ്ങനെ മോഹിനിയാട്ടത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമുള്ള ഒരാളല്ല. പക്ഷേ അന്ന് ഞാൻ കണ്ട പെർഫോമൻസിൽ എല്ലാം എനിക്ക് മനസ്സിലാവുന്നതായിരുന്നു. അതായത് ഒരു അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെങ്ങനെയാണ് മോഹിനിയാട്ടത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുക? അത് എന്നെ സംബന്ധിച്ച് അതൊരു വിപ്ലവം തന്നെയാണ്. ഒരു അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഒരു ദിവസം വീട്ടിൽ നടക്കുന്ന കോൺവെർസേഷനെ ഒരു നൃത്തവേദിയിൽ കാണുക, അതും മോഹിനിയാട്ടം പോലെ ഒരു മീഡിയത്തിലൂടെ കാണുക എന്നത് എന്നെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ചോദ്യം. എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങൾ ആ പെർഫോമൻസിൻ്റെ ഇടയിൽ കാണുന്നുണ്ട്, മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നു. മോഹിനിയാട്ട വേദിയിൽ നമ്മൾ കാണുന്നതാണ് മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്ന മരുമകൾ, അടുക്കളയിൽ പാത്രം കഴുകുന്ന മരുമകൾ. ഈ മരുമകളെ നമ്മൾ കാണുകയാണ്. അവസാനം അമ്മായിയമ്മ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് സംസാരിക്കുന്ന മരുമകൾ. ഇത് ഞാൻ കണ്ടത് ഒരു മോഹിനിയാട്ടം പെർഫോമൻസിലാണ് എന്നത് എന്നെ തീർത്തും മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കണത്? നമ്മളുടെ നായിക സഖി കോൺസെപ്റ്റൊക്കെ മാറിയല്ലോ. നമ്മളിപ്പം എപ്പോഴും ഒരു സറണ്ടർ ചെയ്ത് ഭഗവാനോട് സറണ്ടർ അതൊക്കെ നല്ല തന്നെ. ഇന്നും ഇപ്പോൾ സ്വാതി ഒരു പദം ചെയ്യുമ്പോൾ അതിന് വേറൊരു ഭയങ്കര ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ്. പക്ഷേ ഒരു 1.5 മണിക്കൂർ കച്ചേരിയിൽ ഇത് മാത്രമല്ലല്ലോ, എക്സ്പ്ലോർ ചെയ്യാൻ ധാരാളം ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഒരു മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ കോൺവെർസേഷൻ ഒരു ചെറിയ മൊമെൻ്റാണ്, അത് വളരെ ക്രൂഷ്യലാണ്. മരുമകളുടെ പ്രശ്നം കേൾക്കാനും അത് കേൾക്കാനുള്ളൊരു ധൈര്യം, അതിലും പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്ന മകൻ തന്നെയാണ്. ഈ മകൻ പ്രൊട്ടാഗനിസ്റ്റ് ആകുമ്പോഴാണല്ലോ പ്രശ്നം കേൾക്കാൻ. അപ്പോൾ അമ്മായിയമ്മ ആ ധൈര്യം ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ കാണിക്കുന്ന ഒരു സാഹസം ഉണ്ടല്ലോ. ഇറ്റ് വാസ് എ മോമെൻറ്റ് ബിറ്റ്വീൻ 2 വിമൻ. ആൻഡ് അവിടെ ആക്ച്വലി അത് കഴിഞ്ഞ് മരുമൻ വരുന്ന അവിടെ ഒരു ഇഷ്യൂ ആക്ച്വലി സോൾവ് എന്നോട് ആരോ ചോദിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നൊക്കെ. പക്ഷേ ആക്ച്വലി ഇഷ്യൂ സോൾവ് ആവുന്നില്ല. അവിടെ ഇഷ്യൂ സോൾവ് ആവുന്ന അവർ കേട്ടു എന്നുള്ളതിലും മാത്രമാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ആൻഡ് ദെയർ വാസ് റെസിപ്രൊക്കേഷൻ. നമ്മുടെ ഐ തിങ്ക് ലൈഫിൽ ഇത്തരം കമ്മ്യൂണിക്കേഷൻ പോലും നടക്കാറില്ല. ആൻഡ് മരുമള കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ വളരെ ഹാപ്പിയാണ്. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആർട്ട് ഫോംസ്, ഈവൻ ഓർഗാനിക് ആർട്ട് ഫോംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദേശത്ത് കളി, കാക്കാരിശി നാടകം, നമുക്കിത്തരം സെറ്റയറായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ക്ലാസിക് ലിറ്ററേച്ചർ ബട്ട് ഇറ്റ് മൂവ്സ് ടു കൊളോക്കിയൽ ലാംഗ്വേജ്. അപ്പോൾ അതിൽ വളരെ കൊളോക്കിയലായി പിന്നീട് ആ ലാംഗ്വേജ് പോവും. എന്തായാലൊട്ട് അതിൻ്റെ ഒരു മീഡിയം എന്ന് പറയുന്ന കണ്ട ആരും പറയില്ല അത് മോഹിനിയാട്ടം അല്ല എന്നുള്ള. പക്ക അതിൻ്റെ ഒരു മീഡിയവും അതിൻ്റെ മ്യൂസിക്കും ഞാനാ ചെയ്തത്, സ്ക്രിപ്റ്റും ഞാനായിരുന്നു. സോ ആസ് എ പേഴ്സൺ ഇന്നിപ്പോൾ ഐ ലൈക്ക് വേറെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഐ വോണ്ട് ടു ബി ഹാപ്പി, ഐ വോണ്ട് ടു മേക്ക് ഞാനൊരു സ്റ്റേജിൽ വരുമ്പോഴേ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവണം കളിക്കാൻ. അതേപോലെ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ടുവരുമ്പോഴും സ്റ്റുഡൻസും ദേ ഷുഡ് ബി സ്റ്റേജ് ഒരു പേടിയുള്ളൊരു സ്ഥലമായിരിക്കരുത്. അപ്പോൾ ഓരോ വർക്കും നമ്മൾ ഒരു 6-7 വർക്കായിരിക്കും ഒരു കച്ചേരി ചെയ്യാൻ. ഓൾ ഓഫ് ദെം ആർ വെരി ഡിഫറെൻറ്റ്. ഓരോന്ന് കഴിയുമ്പോൾ ഇനി അടുത്ത അതല്ലേ, യു ഷുഡ് ബി എക്സൈറ്റഡ്. അതായിരുന്നു ആ പെർഫോമൻസ്. അന്ന് ആ സ്റ്റേജ് കണ്ടപ്പോൾ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. അമ്മായിയമ്മ മരുമകളിൽ നിന്ന് പോകുന്നത് ബുദ്ധൻ്റെ യാത്രയിലേക്കാണ്. അതിന് അകമ്പടിയായി വരുന്നത് ഒരു ചൈനീസ്, എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്, ഒരു ചൈനീസ് മ്യൂസിക്കാണ്. അത് മോഹിനിയാട്ടത്തിലേക്ക് കേരള വാദ്യങ്ങളുടെ അകമ്പടിയോടെ അതിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ഒരുപാട് ചിന്തകൾ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇതിൽ എന്തൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ എപ്പോഴും സൗണ്ട് സ്കേപ്പിനെ പറ്റി വളരെ വളരെ കോൺഷ്യസ് ആണ് തോന്നുന്നു അല്ലേ? ശ്രദ്ധിച്ച് എങ്ങനെയായിരിക്കണം എൻ്റെ നൃത്തത്തിൻ്റെ സൗണ്ട് സ്കേപ്പ് എന്തായിരിക്കണം, എന്താണ് ഇത് കേൾക്കേണ്ടത് എന്നതിനെ പറ്റി കാണുന്നത് മാത്രമല്ല കേൾക്കുന്നതിനെ പറ്റിയും വളരെ ബോധവതിയാണ് അല്ലേ? ബിക്കോസ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ഹിയറിംഗ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് അത് പലപ്പോഴും ഡാൻസിൽ അത്
ഇഗ്നോർ ചെയ്യുന്നതും അതാണ്. കുറേ പേരിങ്ങനെ ഓർക്കസ്ട്രക്കാർ വായിക്കും, എല്ലാ ഇൻസ്ട്രുമെൻസും ഒപ്പം നടക്കും, നമ്മളും അതും ഇതുമായി ചിലപ്പോൾ ബന്ധം ഉണ്ടാവില്ല. ഇനി എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയും, ഐ ഡാൻസ് ബിക്കോസ് ഐ കുഡ് നെവർ സിങ്, ആൻഡ് ഇഫ് ഐ ന്യൂ ഹൗ ടു സിങ് ഐ വുഡ് ഹാവ് നെവർ ഡാൻസ്ഡ്. സോ ബട്ട് അത് ഹാവിങ് സെഡ് ദാറ്റ് ഐ ഓൾസോ കമ്പോസ് മ്യൂസിക്. സോ എനിക്ക് ആ ഒരു ബേസിക് സെൻസ് ഉണ്ട്. ഫോർ മീ സൗണ്ട് ഓർ സൈലൻസ് ഭയങ്കര ഇൻസ്പിറേഷനലാണ്. ആൻഡ് അതാണ് നമ്മളുടെ മൊത്തം വർക്കിനെ ഡിക്റ്റേറ്റ് ചെയ്ത് പോകുന്നത്. ലാക്ക് ഓഫ് സൗണ്ട് ഇസ് ഓൾസോ ഗ്രേറ്റ് ഫോർ ഡാൻസ്, ബട്ട് ഇറ്റ് കാൺ ബി നോയ്സ്. അപ്പോൾ ബുധൻ്റെ ഇത് ഞാൻ ആക്ച്വലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോകുമ്പോൾ ചെയ്തൊരു വർക്കാണ്. അത് ആക്ച്വലി അവിടുത്തെ ആൾക്കാരെ പതുക്കെ നമ്മളുടെ മോഹിനിയാട്ടത്തിലേക്ക് കൊണ്ടുവരാനും ആദ്യം അപ്പോൾ അവരുടെ സബ്ജക്റ്റ് തന്നെ എടുത്ത് ചെയ്യുമ്പോൾ ദറ്റ് ഇൻട്രസ്റ്റ് ഇസ് മച്ച് മോർ. ആൻഡ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ വർക്കിൽ ഈ സോ കോൾഡ് എല്ലാ ഈ ദർശനങ്ങളും കടന്നു വരും. നമ്മൾ പല കമ്പോസേഴ്സിനെ എടുക്കുമ്പോൾ നമ്മൾക്ക് അദ്വൈത വേദാന്തമാവാം, ചിലത് സാഖ്യ ഫിലോസഫി ആവാം, ചിലതിപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആവാം. ഈ പലർശര പരിതാപത്തിൽ തന്നെ ഞാൻ അതെന്നെ ചെയ്യുമ്പോൾ പോലും പണ്ടേ അതിൽ നായിക ചോദിക്കുന്നത് ഇവരിലൊക്കെ പത്മനാഭൻ ഉണ്ടെങ്കിൽ പിന്നെ യുനോ ഐ ആം അട്രാക്റ്റഡ് ടു ഓൾ ഓഫ് ദെം. അപ്പോൾ സഖി പറയണം അല്ലല്ലല്ല, അത് ഉള്ളിൽ കാണണം പത്മനാഭനെ. സോ ഷീ ക്വസ്റ്റ്യൻസ്, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ നമുക്ക് എല്ലാവരിലും കാൺ വി ബി ഫ്രണ്ട്സ് വിത്ത് എവറിബഡി. സോ അവിടെ ആക്ച്വലി ആ ഒരു വർക്കിൽ നിന്നുകൊണ്ട് ആ വർക്കിൻ്റെ കമ്പോസർ ഉദ്ദേശിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദി ഹീറോയിൻ ആക്ച്വലി ടച്ചസ് അപ്പോൺ ദി സംഖ്യ കോൺസെപ്റ്റ് വേർ ദ ഡിവൈൻ ഇസ് സെപ്പറേറ്റ് കംപ്ലീറ്റ്ലി ഫ്രം ദി ഭക്ത ആൻഡ് നോട്ട് വിത്തിൻ. സോ ഇത്തരം നമ്മൾക്ക് ഈ കോൺട്രഡിക്ടറി ദർശനങ്ങൾ നമ്മുടെ വർക്കിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക അൺബയസ്ഡ് ആവും, അൺപ്രജുഡിസ്ഡ് ആവും, വളരെ കുറേ കൂടെ ടോളറൻ്റ് ആവും. അപ്പം ബുദ്ധയുടെ ഹൃദയസൂത്രമാണ്, അതും പ്രജ്ഞാപരമിത തത്വമായിരുന്നു. ഇത് പാടാൻ അറിയില്ല എന്ന് പറയുന്നതൊക്കെ ഒരു ചെറിയ എക്സ്ക്യൂസാണ്. കാരണം അഹല്യയിൽ ഒരു ഭാഗം പാടിയിട്ടുണ്ട്. ആ ഹിം എനിക്ക് തോന്നുന്നത് ഇത് കാണാത്തവരായിരിക്കും ഇവിടെ കൂടുതലുണ്ടാവുക. ജസ്റ്റ് ഒരു 2 ലൈൻസ് ആ ബുദ്ധിസ്റ്റ് അതിൻ്റെ അത് കേൾക്കാൻ തന്നെ അതൊരു വലിയ കൗതുകമുള്ളൊരു, എങ്ങനെയാണ് ഞാനിപ്പോൾ അത് കണ്ടതുകൊണ്ട് പറയുമ്പം ഒരു പക്ഷേ ഇവർക്കത് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2 പാടിയ ഒരു ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊക്കെ ഒന്ന് കൈയടിച്ചാൽ ഇപ്പം പാടും, പോരാ ഇച്ചിരി കൂടെ ഒന്ന് കൈയടിച്ചാൽ ചിലപ്പോൾ പാടുമായിരിക്കും. ശ്രമിക്കാം. ഇത് ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ ചാൻ ടിമിയോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലേഷ്യൻ ഒരു കമ്പോസറാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കമ്പോസർ. പക്ഷേ ഓഫ് കോഴ്സ് നമ്മളിതിനെ ഡാൻസിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചായയൊക്കെ മാറും, ബട്ട് അതിൻ്റെ ഒരു ടിഞ്ച് കാണാം. സംസ്കൃതമാണ് പാവുന്നതും അതിനുള്ളൊരു മറ്റേ ടിഞ്ച് നമ്മളവിടെ നിലനിർത്തിക്കൊണ്ടാണ്. ആര്യാവലോകിതീശ്വര ബോധിസത്വ ഗംഭീരപ്രജ്ഞാ പരമിതചാര്യം ചാരാമനോ വ്യാവലോകിതി സ്മാ പഞ്ചസ്കന്ധ അസതശ്ച സ്വാഭവശൂന്യം പശ്യതി സ്മ ഇഹ ശരിപുത്രരൂപം ശൂന്യം ശൂന്യത ഇവാരൂപ रूपाना पृथक् शून्यता शून्यतयना पृथक् सारूपം. ഇത് സംസ്കൃതമാണ്. നമുക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു ചൈനീസ് ടെമ്പിളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചാൻറ്റിംഗ് ആണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇത് നമ്മൾ കാണുന്നത് ഒരു മോഹിനിയാട്ട നൃത്തത്തിൻ്റെ അകമ്പടിയിലാണ് ഇത് കാണുന്നത്. അതാണ് എനിക്ക് മേത്തിൽ ദേവിക എന്ന് പറയുന്ന ഡാൻസറിനെയും കമ്പോസറിനെയും ഞാൻ ഇത്രയേറെ ആരാധനയോടെ നോക്കുന്നതിൻ്റെ ഒരു കാരണം. എൻ്റെ വാക്കുകളിൽ കൂടുതൽ ആരാധന ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, അത് ഇതുകൊണ്ടൊക്കെയാണ്. നമ്മൾ വെറുതെ കമ്പോസ് ചെയ്യല്ലോ, ഇത്തരം വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യും, അതിനാണ് വായിക്കണം എന്ന് വെച്ചത്. യു ഹാവ് ടു റീഡ്. ചിലതൊക്കെ തികച്ചും ഇൻറ്റ്യൂട്ടീവാണ്. ലൈക്ക് സർപ്പതത്വമൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വായിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യമായി ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ശേഷമാണ് വെൻ അതർ പീപ്പിൾ സേ ഇതിൽ ആ ദർശനമല്ല, ഇതല്ലേ, അല്ലെങ്കിൽ അതല്ലേ സിദ്ധാന്തം. ഇതൊന്നും സിദ്ധാന്തം നോക്കിയിട്ടുണ്ട്. നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്നൊരു വർക്ക് ചെയ്യാണ്. പല വർക്കും അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ ഇതൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഇറ്റ് ഓൾസോ ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ ബേസിക്
കോൺസെപ്റ്റ്സ്. ഇപ്പോൾ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ തന്നെ പല പല വേർഷൻസ് ഉണ്ട്. മാധ്യമക, അതാണ് പ്രജ്ഞാപരമിത, അതേമാതിരി യുക്തിവാദം. ഇതെല്ലാം ഇറ്റ് ഗിവ്സ് യു ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മളൊരു വൈഡർ ആസ് എ പേഴ്സൺ ആവും. നമ്മൾ ഒരാളെ ഒന്നിനെയും ജഡ്ജ് ചെയ്യാനോ ഒന്നിനും നിൽക്കുന്നില്ല. ബിക്കോസ് ആസ് എൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് ദ മോസ്റ്റ് ലിബറേറ്റിംഗ് എക്സ്പീരിയൻസസ് നമ്മളെ ഇത് എംബോഡി ചെയ്യുമ്പോൾ ആ വർക്കിനോടും ആ ലിറിക്സിനോടും ഒക്കെ കൊടുക്കേണ്ട ഒരു ട്രുത്ത് ഉണ്ട്. സോ ഈവൻ ഇഫ് യു ക്വസ്റ്റ്യൻ ഇറ്റ് ഇൻസൈഡ്, in your work you may അതിൽ നമ്മൾ സ്ട്രിക്ട്ലി ആ വർക്കിനോട് അനുസരിച്ചിട്ട് തന്നെ പോകുള്ളൂ. യു മേ പ്രോബ്ലി ഇൻസൈഡ് നോട്ട് ഒരു പേഴ്സണാലിറ്റിയിൽ നമ്മൾ പലതും നമ്മൾ യോജിച്ചു എന്ന് വരില്ല അല്ലേ. ഇപ്പോൾ നമ്മൾ ഹിന്ദു മിത്ത് നോക്കുമ്പോൾ കുറേ അസുരന്മാരെ കൊല്ലുന്നു, ഇതൊക്കെ ഇറ്റ്സ് വെരി ഗോറി ആൻഡ് ബ്ലഡി. പക്ഷേ നമ്മൾ അതിനെയല്ലല്ലോ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ചെയ്യുമ്പോൾ ഇത് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് തരുന്ന ഒരു വിഷ്വൽ പൊട്ടൻഷ്യലാണ് ഞാൻ ആലോചിക്കുന്നത്. സോ പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമ്മൾ വിഷ്വൽ പൊട്ടൻഷ്യൽ ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി ട്രൂ ടു ദാറ്റ് പേഴ്സൺ. അസുരനാണെങ്കിൽ ഐ ഹാവ് ടു ബി ട്രൂ ടു ദാറ്റ് അസുര. ആണെങ്കിൽ ഭഗവതി അഷ്ടകം അല്ലേ, ഭദ്രകാളി അഷ്ടകം. ഭദ്രകാളി അഷ്ടകം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയെ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ തലയോട്ടി എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് എന്തോ വലിയ പേടിയുള്ള, നമ്മളെ ഭീതി ഉണർത്തുന്ന ഒരു സാധനമാണല്ലോ. പക്ഷേ മേതിൽ ദേവിക ഈ ഭദ്രകാളി അഷ്ടകം വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഭദ്രകാളി ഒരു കുട്ടിയെപ്പോലെ തലയോട്ടികളിങ്ങനെ തെരഞ്ഞു നോക്കി അതിൽ നിന്ന് ഏറ്റവും നല്ല തലയോട്ടി എടുത്ത് മാലയായി കഴുത്തിലിടുന്ന ഒരു ചെറിയ വികൃതി കുട്ടിയായിട്ടൊക്കെയാണ് തോന്നുന്നത്. ഈ ഇൻ്റർപ്രട്ടേഷനില്ലേ എഴുതി വെച്ചത് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ദേവിക എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അതിനെ കാണുന്ന രീതി വളരെ വളരെ വ്യത്യസ്തമാണ് തോന്നുന്നു. അതെ. അപ്പം എഴുത്തിലിതൊന്നുമില്ല, പക്ഷെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഒരു ഓവറോൾ ഫീലിംഗ് കിട്ടും. പിന്നെ ഒരു മ്യൂസിക്കൽ കമ്പോസിഷൻ ഇറ്റ് വിൽ ആഡ് ഓൺ ടു ദാറ്റ്. ഇതേ ലിറിക്സ് വേറൊരു രാഗത്താ ചെയ്യുന്നത് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആണ്. സോ ഇത് ടി എം കൃഷ്ണയുടെ മ്യൂസിക് കമ്പോസിഷൻ, ഗുരുവിൻ്റെ വേർഡ്. പിന്നെ ഗുരുവിൻ്റെയൊക്കെ നമ്മൾ ഈ പറയുന്ന വർക്ക് ചെയ്യുമ്പോൾ അതൊന്നും ഇൻ്റർപ്രറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് ബുദ്ധി. എന്താ വെച്ചാൽ അത്രയും പ്രൊഫൗണ്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പെരിഫറലിൽ നിന്നുകൊണ്ട് അതിലേക്ക് ട്രൂ ആയിട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ വാസ് ദിസ് വെരി ഹാപ്പി ക്യൂട്ട് നോട്ടി ഭദ്രകാളി, ചീക്കി കാളി. സോ നമ്മൾ എന്തിനാണ് അവരെ എപ്പോഴും അങ്ങനെ, അവർക്കൊരു സ്ഥായീഭാവം രൗദ്രമല്ല ആക്ച്വലി. സോ നമ്മൾ ഇപ്പോൾ ഒരു ഗോഡസ് ട്രാൻസ്ഫോം ചെയ്തിട്ട് കാളിയാവുമ്പോൾ ഓഫ്കോഴ്സ് ആ ഒരു ഭാവം മാറ്റാൻ നമുക്ക് കാളിയാവാം. പക്ഷെ ബേസിക്കലി കാളിയുടെ സ്ഥായി എന്തായിരിക്കണം എന്ന് ഞാൻ ആലോചിച്ചു. ഷീ ലൈക്സ് ഓൾ ദിസ്. ഇതൊക്കെ അവരെ സംബന്ധിച്ചുള്ളൊരു വളരെ ക്യൂട്ട് സാധനമായിരിക്കും. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം, ആ സ്കൾസ് സെലക്ട് ചെയ്യാനും ശ്മശാനത്തിൽ അവരുടെ തലയൊട്ടി മാലയിൽ കപോല മാലയിൽ അതൊക്കെ ഷീ വിൽ ചൂസ് വാട്ട് സ്കൾ ഷീ വാണ്ട്സ്. ഇതൊക്കെ നമുക്ക് ഇനാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ എനിക്ക് ബേസിക്കലി ലോങ് സ്റ്റോറീസ് ചെയ്യാൻ പണ്ടേ വലിയ താല്പര്യമില്ല. ഞാൻ ഒരു മോമെൻ്റ് എടുത്ത് അതിനെ എക്സ്പാൻഡ് ചെയ്യും. നമ്മളൊരു മോമെൻ്റ് എടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ളൊരു ടാലൻറ്റ് അവിടെ വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പലരും നവരസം എന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെ ഭയങ്കര എബ്സേർഡായി തോന്നാറുണ്ട്. നമ്മൾ ഒന്നാമത് രസം കാണിക്കാൻ പറ്റില്ല. രസം ഓഡിയൻസിൻ്റെ മൈൻഡിലുള്ള ഫീലിംഗ് ആണ്. ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് നോട്ട് എൻ എക്സ്പ്രഷൻ. നമുക്ക് കാലാകാലങ്ങളായി നമ്മൾ കാണാം നവരസം കാണിക്കുന്നു, നിമിഷം അങ്ങനെയൊന്നും അല്ല. അതിലോട്ടേക്ക് നമുക്ക് ഇമോഷൻസ് അതിന് റെപ്രസെൻറ്റേഷൻ വാട്ട് ക്യാൻ ലീഡ് ടു രസ. ഫോർ എക്സാമ്പിൾ അഭിനയം, അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബേസിക്, ഇപ്പോൾ ഒരു ബേസിക് ലവ് ആണ് ഒരു ബേസിക് സ്റ്റേറ്റ് ചാൽ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കാണിക്കുക? അത് ഒരു ഫ്യൂ സെക്കൻഡ്സ് കൊണ്ട് കാണിക്കാൻ പറ്റില്ല. സോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയും, നിങ്ങൾ ഒരു 10 minutes നിങ്ങൾ ശൃംഗാരം എന്നുള്ളൊരു രസം എങ്ങനെയാണ് ഓഡിയൻസിൻ്റെ മനസ്സിലുണ്ടാക്കുക. 10 minutes ഡെൽവ് ഓൺ ദാറ്റ് മാനിഫെസ്റ്റേഷൻ. എന്തൊക്കെ ഇമോഷൻസ് കൊണ്ടുവരാം. അപ്പോൾ പിള്ളേർ പെട്ടുപോകും. നമ്മൾ ഇങ്ങനെ കുറേ ഐബ്രോസ് ചെയ്തിട്ടും ഇങ്ങനെ നോക്കിയൊന്നും അത് അങ്ങനെ ലീഡ് ചെയ്യില്ല.
റൈറ്റ്. അപ്പോൾ ഒരാളെ ചിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാസ്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹാസ്യം ഒരാളെ ചിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറേ അനാവശ്യമായി കരഞ്ഞാലും നിങ്ങൾ ചിരിച്ചോളൂ അല്ലേ. എന്തെങ്കിലും ഒരു എബ്സേർഡിറ്റി ചെയ്യാം. ഈ എബ്സേർഡിറ്റിയാണ് നമ്മൾ ഈ പറയുന്ന ടെക്നീക്സും ടൂൾസും ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. സ്റ്റേജിലും കുറേ ആംബിയൻസ് അതിന് സൃഷ്ടിക്കണം, ആ ആംബിയൻസ് സൃഷ്ടിക്കണം, അതിലോട്ടേക്ക് നമ്മൾ റെപ്രസെൻറ്റേഷൻ. സോ ബേസിക്കലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടേണ്ടത് is not what you do but how you do it. ചെറിയ സാധനമായിരിക്കാം, പക്ഷെ നമ്മുടെ ആ ഒരു ഗിവൺ മോമെൻറ്റിൽ നമ്മൾ അതെങ്ങനെയാണ്. ഇപ്പം രാമായണം ഒരുപാട് ഉണ്ട്, പക്ഷെ ഇപ്പം ശ്രീരാമൻ രാവണനെ കാണുന്ന ഒരു രംഗം, ആ രംഗം മാത്രം, വേറെ ഫൈറ്റൊന്നും കാണിക്കണ്ട, ഫസ്റ്റ് സൈറ്റ് തന്നെ യു ക്യാൻ ഇനാക്ട് ഇറ്റ് in 10-15 minutes, and I think that will be so beautiful. For me it will be a vision of total admiration mixed with a lot of other, confusion and problems that life throws into you. So as I say this, എനിക്ക് അറിയുന്ന ഐക്കൺസ് ഇവരൊക്കെയാണ്, but this can be generalized to other. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോൾ അന്ന് സ്പിക്മേക്കയാണ് എന്നെ ആദ്യം പഠിപ്പിക്കുന്നത്. സ്പിക്മേക്കയുടെ ഒരു 300 ലെക്ചർ ഡെമോൺസ്ട്രേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പല ലേബർ ക്യാമ്പ്സ്, മെഡിക്കൽ കോളേജസ്, സ്കൂൾസ്, ഈ പറയുന്ന ഡിസേബിൾഡ് സ്പേസസ്, ഇവിടെയൊക്കെ പോയി ഞാൻ എൻ്റെ വർക്ക് അവതരിപ്പിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കാറുള്ളത് ആസ് എൻ അംബാസിഡർ ഓഫ് മോഹിനിയാട്ടം വെളിയിലും. അപ്പോൾ ഐ തിങ്ക് നമ്മളുടെ ആർട്ട് ഫോം എങ്ങനെയാണ് അവരിലേക്ക് എത്തിക്കേണ്ടത്. ഫസ്റ്റ് ഇസ് ഫോർ യു ലെറ്റ് ദം റിലേറ്റ് ടു ഇറ്റ്. അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഭാഷ മനസ്സിലായിക്കോളണമെന്നില്ല, ബട്ട് the language of the heart is so has much more potential than any other language. ട്രൂ. അവിടെയാണോ, അതായത് ഈ മോഹിനിയാട്ടം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കലാരൂപങ്ങളും എത്രയോ കാലമായി, നൂറ്റാണ്ടുകളായി ഇവിടെയുണ്ട്, പക്ഷേ ഇന്ന് വരെ ഒരു ഡാൻസ് പെർഫോമർക്ക് അല്ലെങ്കിൽ ഒരു ഡാൻസ് കമ്പോസർക്ക് ഇത് കേൾക്കാനും ആസ്വദിക്കാനും പറ്റാത്തവരുടെ ഒരു ലോകം കൂടി ഉണ്ട് നമ്മുടെ ഇടയിൽ എന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആരും അതിന് ഇതുവരെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല. പക്ഷേ മേതിൽ ദേവിക കേൾക്കാൻ കഴിയാത്തവർക്ക്, കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ക്രോസ് ഓവർ എന്നൊരു പ്രോജക്റ്റുമായിട്ട് വന്നത്. അത് ഈ പറയുന്നത് പോലെ ഒരു നൃത്തരൂപം, ഒരു നൃത്തവും സംഗീതവും ചേർന്നിട്ടുള്ള ഒരു രൂപം എങ്ങനെയാണ് കേൾക്കാൻ കഴിയാത്ത ഒരാൾക്ക് ആസ്വദിക്കാൻ പറ്റുക എന്നൊരു ചിന്തയിൽ നിന്നായിരിക്കണം അത് തുടങ്ങിയത്. പക്ഷേ അതിന് കിട്ടിയ റെസ്പോൺസ് ഞാൻ ഒരുപാട് വായിച്ചു, എനിക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് വായിച്ചു. അതിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് ഒരു പക്ഷേ മേതിൽ ദേവിക എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചിന്ത, അതിൻ്റെ തുടക്കം എവിടെയായിരുന്നു? അത് ഈ പറയുന്ന സ്പിക്മാക്കി സ്പേസ് തന്നെയാണ്. അപ്പോൾ ഒരു ഡെഫ് ഓഡിയൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഞാൻ എൻ്റെ വർക്കിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടേ ചെയ്യുള്ളൂ. അത് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്കും ആവശ്യമാണ്, ഇറ്റ് പ്രിപ്പയർസ് മീ. പക്ഷേ ഈ ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവിടെ ഞാനാണ് ഡിസേബിൾഡ് ആവുന്നത് അല്ലേ. സോ അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായി ഇവർക്ക് ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ട്. ദിസ് വാസ് ലൈക്ക് മെനി ഇയേഴ്സ് അഗോ, റൈറ്റ്, 2010 മറ്റാണ്. അതെന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും ഞാനിത് അവരോട് അവരുടെ ലാംഗ്വേജും നമ്മുടെ ലാംഗ്വേജും കൂടെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇവരെ there should be that wall should break എന്ന് എനിക്ക് മനസ്സിൽ തോന്നി. അങ്ങനെ 2010 ചെയ്ത വർക്ക് തന്നെയാണ് ഞാൻ ആദ്യമായി ക്രോസ് ഓവറിൽ ആ വർക്ക് തന്നെ ആസ് എൻ ഓഡ് ടു ദാറ്റ് മോമെൻറ്റ് ഞാൻ ചെയ്തത്. പക്ഷേ ഡിസേബിൾ സ്പേസസിൽ ആർട്ടിസ്റ്റ് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെഫ് സ്പേസിലും ആർട്ടിസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയൊരു കഥകളി ആശാനുണ്ട്, അദ്ദേഹം എത്രയോ ഈ പറയുന്ന, പക്ഷെ അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ദി പൊട്ടൻഷ്യൽ ഇസ് ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് പൊട്ടൻഷ്യൽ, ഒരുപാട് സാധ്യതകളുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നുന്നത് ഇപ്പം കാനഡയിൽ ഈയിടെ ക്രോസ് ഓവർ സ്ക്രീൻ ചെയ്ത് അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസ് കൊറിയോഗ്രാഫർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ വാട്ട് ഷീ സെഡ് ആഫ്റ്റർ സീയിങ് ഇറ്റ് വാസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് അതൊരു മാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വരുന്നതിലാണ്. അല്ലാണ്ട് കുറേ വർക്ക് കാണാം, ഇതൊക്കെയാണ്. ബട്ട് യു ആർ ബ്രിങ്ങിങ് ഗ്രേറ്റ് ആർട്ട് ടു ദ പീപ്പിൾ ദെയർ, കോംപ്രമൈസ്ഡ് അല്ല. സോ ഈ പറയുന്ന വെൻ ദ മാസ്റ്റർ ഹെർസെൽഫ് റീകാലിബ്രേറ്റ്സ് ദി ആർട്ട്, അവർക്ക് വേണ്ടി
അതിനെ വളച്ചൊടിക്കുന്നില്ല, Yeah, അപ്പൊ ഒറിജിനൽ കൊടുക്കുന്നു. ഒറിജിനലും അവിടെ എങ്ങനെ ഇതിനെ ട്വീക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പിൾസ് എനിക്കറിയാം. സോ ഈ ട്വീക്ക് അത് ഓൺലി എ മാസ്റ്റർ ക്രിയേറ്റർ വിൽ നോ. മറ്റേത് എഗൈൻ അവരെ കബളിപ്പിക്കുന്ന പോലെയാവും. സോ യു ബ്രിങ് കൊണോഷേഴ്സിന് ആസ്വദിക്കാൻ നമ്മൾ ഒരുപാട് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ സാധനം നമ്മൾ ഇവർക്കും എത്തിക്കാം. ആൻഡ് അതിന് ഞാൻ അവരുടെ ഒരു ബേസിക് ലാംഗ്വേജ് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഞാൻ ചില മോമെൻറ്റ്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രത്യേകിച്ച് സാഹിത്യം മാറുമ്പോൾ അവർക്ക് സാഹിത്യം കേൾക്കില്ലല്ലോ, ഈ സാഹിത്യം മാറുന്ന മോമെൻറ്റ്സിൽ അത് വരികയും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ നമ്മൾ നമ്മുടെ ഒരു എസ്തറ്റിക് ലാംഗ്വേജിൽ കൊണ്ടുവരും ചെയ്യുമ്പോഴേക്കും പിന്നെ അവർ ഏബിൾഡായി. ദേ ആർ നോട്ട് ഡിസേബിൾഡ് എനിമോർ. ആൻഡ് മാത്രമല്ല ഓഡിയൻസ് തമ്മിൽ കംപ്ലീറ്റ്ലി ഈക്വലായി, റൈറ്റ്? ആൻഡ് കുറേ കൂടെ അവർക്ക് മനസ്സിലാവും. എന്താ വെച്ചാൽ ഈ പറയുന്ന സൈൻ ലാംഗ്വേജ് അവർ സാധാരണ ഓഡിയൻസിനെക്കാട്ടിലും അവർ ഗംഭീരമായിട്ട് ടാക്കിൾ ചെയ്യുന്ന വ്യക്തിയാണുള്ളത്. ദ മോമെൻറ്റ് ഐ എക്സ്പ്ലെയിൻ ടു ദം ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇറ്റ്, പിന്നെ അവർ ഈ പറയുന്ന നാനാലോകരൊന്നും അല്ല, അവർ പ്രേക്ഷകരാണ്, ഈ ഇൻഫോംഡ് ഓഡിയൻസ്. നമ്മൾ പ്രകർഷേണി ഈക്ഷതീതി പ്രേക്ഷക എന്നൊക്കെ പറയുമല്ലോ, ആക്ച്വലി അവർ ദേ ബിക്കം മച്ച് മോർ ഇനീഷ്യേറ്റഡ് ദാൻ ദ നോർമൽ ഓഡിയൻസ്. സോ ഐ തിങ്ക് ഫോർ മീ ക്രോസ് ഓവർ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്ന മറ്റുള്ള ആർട്ടിസ്റ്റ്, എന്നെപ്പോലെ ഒരുപാട് ആർട്ടിസ്റ്റ് പിക്മാക്കിയാക്കി ഇത്തരം സാഹചര്യങ്ങളിൽ പോകുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്നതാണ്, നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം. ആൻഡ് ഒരു ഡാൻസറിനത് പെട്ടെന്ന് ചെയ്യാം, ബിക്കോസ് വി ഓൾറെഡി വർക്ക് മാജിക് വിത്ത് അവർ ഫിംഗേഴ്സ്. ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ ക്രോസ് ഓവർ പോലൊരു വർക്ക് ചെയ്ത് പത്രങ്ങളിലൊക്കെ ഒരുപാട് വാർത്ത വരുന്നു, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ അത് ചർച്ച ചെയ്യുന്നു, അവിടെ അത് അവസാനിച്ച് അടുത്ത പ്രോജക്റ്റിലേക്ക് പോവാം ചേച്ചിക്ക്. അതിൻ്റെ ഒരു അതാണ് ഇൻറ്റൻസിറ്റി. മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലും അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതായത് ലോക പ്രശസ്തമായ മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അല്ലെങ്കിൽ ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവിടെ അത് സ്ക്രീൻ ചെയ്യപ്പെടുന്നു. അതിനു വേണ്ടി, അതായത് ഇത്തരം ആളുകൾക്ക് വേണ്ടി ഒരു സെഗ്മെന്റ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അത് മാറുക, അതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫീൽഡിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചേഞ്ചസ് ഒരു സൊസൈറ്റിയിൽ തന്നെ റിപ്പിൾസ് ഉണ്ടാക്കും. ആദ്യമായിട്ടാണ് അവരൊരു പിന്നെ ഒരു ഡിസബിലിറ്റി സെഗ്മെൻറ്റ് ഈ വർഷം മുതൽ ബോത്ത് വെന്യൂസിൽ അവർ ചെയ്യുന്നത്, വിച്ച് മീൻസ് ഇനി മോർ മൂവീസ് ആൻഡ് മോർ ഫിലിംസ് ഫോർ സച്ച് പീപ്പിൾ വിൽ കം. അതേപോലെ തന്നെ അത് ഇനോഗ്രേറ്റ് ചെയ്തത് എൻ്റെ ഒരു പെർഫോമൻസ് കൊണ്ടാണ്, അല്ല ലൈവ് പെർഫോമൻസ്, നോട്ട് ഓൺലി മൈ ഫിലിം. ഏത് അവാർഡ് കിട്ടുന്നതിനെക്കാട്ടിലും വലിയ അവാർഡായിട്ടാണ് എനിക്ക് ഇത് തോന്നുന്നത്. ബിക്കോസ് യുനോ മുംബൈയിൽ ഇത് സ്ക്രീൻ ചെയ്ത ശേഷം ഒരു 100 ഡെഫ് പീപ്പിൾ ഉണ്ടായിരുന്നു, 50 ബ്ലൈൻഡ് പീപ്പിൾ ഉണ്ടായിരുന്നു, ബാക്കി 200 നോർമൽ ഓഡിയൻസ്. ഇത് കഴിഞ്ഞ ഉടനെ എല്ലാവരും കൂടെ they got up and clapped. അപ്പം for me that was a moment of realization. എനിക്കിപ്പോഴും when I think of it I get goosebumps. മനസ്സിലാവാത്ത എന്നെ പോലെയുള്ളവർക്ക് വേണ്ടി ചെയ്തു, കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ചെയ്തു. ഇനി മനസ്സിലടുത്തത് ഉറപ്പായിട്ടും വലിയ വലിയ ഇത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ ഇനി അടുത്തത് എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കണ്ടേ? പുസ്തകം എഴുതും. ഇപ്പോൾ അമ്മ അതാണ് ഏറ്റവും രസം. മേത്തിൽ എന്ന പേര് എന്ന ആ വാക്ക് നമ്മൾ മലയാളികൾക്ക് പരിചയമുള്ളത് എഴുത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പിന്നെയാണ് മേത്തിൽ ദേവിക വരുന്നത്. ഐ എം റിയലി സോറി ടു സേ ദാറ്റ്. പക്ഷേ മേത്തിൽ ദേവികയുടെ അമ്മ ഒരു പുസ്തകം എഴുതി, ആ പുസ്തക രചയിതാവിൻ്റെ മകളായിട്ടും കൂടി ആയിപ്പോയിരിക്കണം. ഒരു പുസ്തകം എഴുതിയ ഒരു മുമ്പ് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു അമ്മ മിക്കവാറും പുസ്തകം ഉടൻ എഴുതുന്നു എഴുതിയിരുന്നു. ഷീ യൂസ് ടു റൈറ്റ്. അന്നത്തെ കാലത്ത് കുങ്കുമം, മലയാളനാട്, മാതൃഭൂമി, ആഴ്ചപ്പതിപ്പ്, പിന്നെ അമ്മ അങ്ങനെ കുറേ ഷോർട്ട് സ്റ്റോറീസൊക്കെ ഞാൻ കമ്പൈൽ ചെയ്ത് നമ്മൾ DC ബുക്സ് പബ്ലിഷ് ചെയ്തിരുന്നു. പിന്നെ അമ്മ ഞാൻ ഈയിടെ നോക്കുമ്പോൾ 40 വർഷം മുമ്പ് എഴുതി വെച്ച ഒരു മാനുസ്ക്രിപ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം, 130 പെറ്റ മുത്തി. അത് പിന്നെ മാതൃഭൂമിയിൽ കൊടുത്തപ്പോൾ ഗോട്ട് ഇറ്റ് പബ്ലിഷ്ഡ്. അമ്മയ്ക്ക് അത് പബ്ലിഷ് ചെയ്യാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നു. ഷീ സെഡ് കാലം കഴിഞ്ഞില്ലേ, ഭാഷ മാറി ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് കുറേ എഡിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, റെപ്പറ്റേറ്റീവ്. പക്ഷേ ഐ തിങ്ക് ദേ റീറ്റെയിൻഡ് ഇറ്റ് ബിക്കോസ് അത് ആ കാലഘട്ടം ഫ്രീസ് ചെയ്യുന്ന ഒരു സാധനം. ഈവൻ ദാറ്റ് റൈറ്റിംഗ് സ്റ്റൈൽ ഇസ് ഫ്രോസൺ ഇൻ ദാറ്റ് വർക്ക്. സോ ഞാൻ വളരെ ബ്ലെസ്ഡാണ്. ഒരു റൈറ്റേഴ്സ് ഫാമിലി, അവരെല്ലാം തൂലിക കൊണ്ടെഴുതും, ഞാൻ എൻ്റെ ശരീരം കൊണ്ടെഴുതും. അപ്പോൾ പക്ഷേ അടുത്ത സ്റ്റേജ് എന്തായാലും എഴുതുമെന്നാണ് ഞാൻ എഴുതണം. ബിക്കോസ് ഈ പറയുന്ന ഞാൻ എഴുതിയില്ലെങ്കിൽ ഭാഷ കയ്യിലുണ്ടല്ലോ.
അപ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിൽ എഴുതാവുന്നേ ഉള്ളൂ. ഡെഫിനറ്റ്ലി എഴുതണം. ഇപ്പോൾ കുറേ ആയി എന്നോട് ഇപ്പം നമ്മുടെ ചാത്തന ചുണ്ണി മാഷെ പോലെയുള്ള വ്യക്തികൾ പറയും, ദേവിക പ്ലീസ് ഗ്രന്ഥം എഴുതൂ. പക്ഷെ എനിക്ക് അതിനുള്ളൊരു സമയമില്ല. ബട്ട് നൗ ഐ റിയലൈസ് നമ്മൾ ഡാൻസ് സ്റ്റേജിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ആ വിഷ്വലിനെക്കാട്ടിലും ഒരുപാട് കാര്യങ്ങൾ ഓഡിയൻസിന് അറിയാനുണ്ട്. വാട്ട് ഗോസ് ഇൻ ടു ദ മേക്കിംഗ് ഓഫ് ദാറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേമാതിരി ഞാൻ വളരെ പാഷനറ്റായി ഓൾസോ തിങ്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെയുള്ള കുറേ പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇതുവരെ സിനിമയെ പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന്. സാധാരണ രീതിയിൽ നമ്മളെപ്പോഴും ഇനിയിപ്പോൾ മേതിൽ ദേവിക നിങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, മേതിൽ ദേവിക ആക്ട്രസ് എന്നായിരിക്കും ആദ്യം വരുന്നത്. ലക്കിലി മറ്റേത് മാറി. ലക്കിലി ആയിട്ടില്ല. നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടം കുറേ കൂടെ ആൾക്കാർ വളരെ കോഷ്യസ് ആണ്. ആൻഡ് ലക്കിലി എൻ്റെ ഐ എം സ്റ്റിൽ നോൺ ആസ് എ ഡാൻസർ. ഞാൻ മറ്റേത് പ്രതീക്ഷിച്ചു, പക്ഷേ ഐ എം വെരി ഗ്ലാഡ്. സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഒരു നല്ലൊരു എഴുത്തുകാരി ഉള്ളിലുണ്ട്. അങ്ങനെയാണല്ലോ ഈ കാളിക്ക് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരു നൃത്തത്തിന് സാധ്യതയുണ്ട്, ആ മൊമെൻറ്റിനെ ഇങ്ങനെ ആക്കാം. സർപ്പതത്വം പോലെ ഒരു കൃതി ഡിസൈൻ ചെയ്ത ആളാണ്. അഹല്യ പോലെ ഒരു കൃതി അതിനെ ആ വേർഷനിലാക്കിയ ആൾക്ക് സ്വാഭാവികമായ ഒരു സ്ക്രിപ്റ്റ് എഴുതാനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണില്ല. ഇല്ല. അപ്പോൾ എപ്പോഴും എഴുതുന്നേ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനായിരിക്കും ബുദ്ധിമുട്ട്. ഹലോ. എഴുതാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് ഐ തിങ്ക് അതിന് ഒരു സിനിമാറ്റിക് ലാംഗ്വേജ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത് നമ്മളൊരു സ്റ്റേജ് ലാംഗ്വേജ് അല്ലല്ലോ. ഇറ്റ്സ് നോട്ട് എ സ്റ്റേജ് ലാംഗ്വേജ്. സിനിമാറ്റിക് ലാംഗ്വേജ് വളരെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഡാൻസ് ഇനിയും വളരെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു ഡൊമെയിനാണ് സിനിമയിൽ. മാക്സിമം നമ്മൾ കാണാൻ ഒരു പട്ടുസാരി എടുത്ത ഒരു എല്ലാം ജീവിതം മൊത്തം ത്യാഗം ചെയ്ത തട്ടിക്കിഴിയൊക്കെ പിടിച്ചൊരു പാലസിൽ ഇതൊന്നും അല്ല ഡാൻസ്. ഡാൻസിൻ്റെ മൈൻഡ് സ്കേപ്പൊക്കെ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ആൻഡ് ആസ് എ ക്രിയേറ്റർ ഐ തിങ്ക് അത് ഇപ്പോൾ ക്രോസ് ഓവറിലും ഇപ്പോൾ അഹല്യ മധു അമ്പാട് സർ ഫിൽം ചെയ്തു ഞാൻ ചെയ്ത വർക്ക്. ഒരു എന്താ പറയുക, ഒരു ഡാൻസ് ഡോക്യുമെൻറ്റേഷൻ അല്ലേ ഞാൻ ചെയ്തു. ഡാൻസ് തന്നെ ഫിലിമാവുന്നു. ഫിലിമിൽ യു ഹാവ് ഡാൻസസ്. ഇത് രണ്ടും മേർജ് ചെയ്യുന്ന ഒരു സ്പേസ് വരും, റൈറ്റ്, വേർ ഐ ഡോണ്ട് നോ വാട്ട് ടു കോൾ ഇറ്റ്. വിൽ ഹാവ് എ ഡിഫറെൻറ്റ് ടേം ലേറ്റർ ഓൺ. ബട്ട് അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് ഐ തിങ്ക് അതിൽ സ്കോപ്പ് ഉണ്ട്. ദർ ഇസ്, ബിക്കോസ് എനിക്ക് എല്ലാ വിഷ്വൽസും ക്ലിയർ കട്ടായിട്ട് കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആർട്ടി ഒന്നും അല്ല, അതിനുള്ള എല്ലാ സ്കോപ്പുണ്ട്. എന്താ വെച്ചാൽ ഒരു മൈൻഡ് സ്കേപ്പ് ഓഫ് എ ഡാൻസർ ക്രിയേറ്റർ ഇസ് വെരി ഡിഫറെൻറ്റ്. ആൻഡ് ടു ഗെറ്റ് ദാറ്റ് ഓൺ ഫിലിം ആൻഡ് ടുഡേ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ടെക്നോളജി ഹാസ് പ്രൊവൈഡഡ്. ഈവൻ പീപ്പിൾ ഓൾസോ വിൽ സീ. മേതിൽ ദേവിക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോകാമെന്ന് പറഞ്ഞാൽ സിനിമക്കാരൊക്കെ ഇപ്പം വരും. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതിനിടയിൽ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൻ്റെ ഒരു ഫൈനൽ പട്ടിക വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഫൈനൽ പട്ടിക എന്ന് വെച്ചാൽ അതൊരു വലിയ നേട്ടമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞേ മതിയാവൂ. കാരണം ലോകമെമ്പാടും ഉള്ളതിൽ നിന്ന് ഒരു വലിയ പട്ടികയിൽ നിന്ന് ചുരുക്കപ്പട്ടികയിൽ ഒരു 6-ൽ ഒരാളായി എത്തി നിൽക്കുകയാണ്. നമുക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. നമ്മുടെ നൃത്തത്തെയും കൊണ്ട് ലോകത്തേക്ക് എത്താനുള്ള ഒരു വിൻഡോ ആണത്. ഓൺലി ഇന്ത്യൻ ഇൻ ദാറ്റ് അമംഗ് ദാറ്റ് 6. പക്ഷേ ഇനി ഒരു ഫിൽറ്ററിങ് കൂടെ ഉണ്ടാവും. പക്ഷേ അവിടെ എന്തായിരിക്കും മനസ്സിലുണ്ടാവുക? അങ്ങനെ ഇന്ത്യയുടെ അംബാസിഡറായിട്ട്, ഡാൻസിൽ ഇന്ത്യയുടെ ഒരു അംബാസിഡറായിട്ട് ഒരു ലോകത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും ദേവി ചേച്ചിയുടെ ഉള്ളിൽ ലക്ഷ്യം? എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഓൾമോസ്റ്റ് 50ഓളം എൻ്റെ തന്നെ സെൽഫ് ക്രിയേറ്റഡ് വർക്ക് ഉണ്ട്, വിച്ച് സ്റ്റിൽ ഹാസ് നോട്ട്, ഐ മീൻ എൻ്റെ ഇപ്പോൾ കോൺസേർട്ട് സ്പേസിൽ ആൾക്കാർക്ക് കാണും. ശ്രീജ ഒറ്റ വർക്കേ കണ്ടിട്ടുള്ളൂ, ഒറ്റ സ്റ്റേജേ കണ്ടിട്ടുള്ളൂ. ബട്ട് ദർ ഇസ് ദിസ് ഹോൾ ലൈൻ ഓഫ് മൈ വർക്ക്. എനിക്ക് അതൊക്കെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. മറ്റേ നമ്മുടെ ഒരു സ്പേസിൽ നിന്ന് ഒരു സാധനം ഉണ്ടാക്കുന്നു അല്ലേ. ഇനി എന്ന് പറയുന്നത് എനിക്ക് പീപ്പിൾ സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പീപ്പിൾ സ്പേസിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഐ ഫീൽ. അത് ഇറ്റ് ക്യാൻ ബി ത്രൂ ഒരു കോൺസേർട്ട്,
അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ത്രൂ ഫിലിം, ഓർ ഇറ്റ് ക്യാൻ ബി ത്രൂ ദ ബിഗർ സിനിമ, ഇറ്റ് ക്യാൻ ബി ത്രൂ എ ബുക്ക്. ഈ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടാവാം. ട്രാൻസ്മിഷൻ നടത്തേണ്ട സമയം ആയി, വൈകിപ്പോയി എന്നേ എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ബേസായി കുറേ സാധനങ്ങളുണ്ട്, എല്ലാം ടച്ച് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പൊതുവെ ഡാൻസ് ഫ്രെറ്റേണിറ്റിയിൽ നിന്ന് ഇത് മോഹിനിയാട്ടമാണെന്ന് ഇപ്പോൾ ആരും ചോദിക്കാറില്ല. ഡാൻസ് അറിയുന്ന ആരും ചോദിക്കില്ല. ബിക്കോസ് ഞാൻ വളരെ പ്യുവറായി ചെയ്യുന്ന സാധനം അവർ കണ്ടിട്ടുമുണ്ട്. ഇനിയും അത്തരം ഒരു സഭയിൽ അത്രയും പ്യൂറിസം മെയിൻറ്റെയിൻ ചെയ്ത് ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പെർഫോം ചെയ്യാൻ എനിക്കറിയാം. ബട്ട് എനിക്കിപ്പോൾ ആൾക്കാരെന്ന് പറയുന്നത് ആക്സസിബിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഡിസേബിൾഡ് സെഗ്മെൻറ്റ്, ഏബിൾഡിനും ഇത് ശരിയായി ആക്സസ് ചെയ്യാൻ പറ്റണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു. ആൻഡ് അവിടെ ഒരുപാട് ലേണിംഗ് ഉണ്ട്. ആൻഡ് നമ്മുടെ കേരളൈറ്റ് ആർട്ട് ഫോംസ്, പ്രത്യേകിച്ച് കേരളൈറ്റ് ഡാൻസ് ഫോംസൊക്കെ, ഇത് വെറും ഈ കാണുന്ന ഒരു പെരിഫറൽ ഒരു സാധനമല്ല. ഇതിന് നമുക്ക് അങ്ങനെ വളരെ ലാഘവത്തോടെ അത് അങ്ങനെ ഇഗ്നോർ ചെയ്യാനൊന്നും പറ്റില്ല. ഇത് പ്രിസേർവ് ചെയ്യേണ്ട ഒരു ബാധ്യത. ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് റെസ്പോൺസിബിൾ ടു ഡു ദാറ്റ്. എനിക്ക് വന്ന ഗുരുക്കന്മാർ, ഇപ്പം നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, മേലറ്റൂർ ഭാഗവതമേള നാടകാചാര്യൻ, ട്രാൻസിൻ്റെ ഏറ്റവും വലിയ ആളായ നടരാജൻ മാഷ്, അദ്ദേഹമൊന്നും ഇല്ല അപ്പം, ABC നാരായണ ഭട്ടാതിരിപ്പാട്, കാവലം നാരായണ പണിക്കർ സർ, ഇത്തരം പേഴ്സണാലിറ്റീസിൻ്റെ കീഴിലാണ് ഞാൻ പലപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നത്. ഐ ഹോൾഡ് ദാറ്റ്. ആൻഡ് ഞാനത് വിചാരിച്ചിട്ടില്ലെങ്കിൽ അതാരും വിചാരിക്കില്ല. അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള, ഇന്നിപ്പോൾ നല്ല ഓഡിയൻസിനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, പണ്ടത്തെ പോലെയല്ല. എന്താ വെച്ചാൽ അവർ കുറേ കൂടെ കാണുന്നുണ്ടല്ലോ. ബട്ട് അവിടെയും ചാലഞ്ചിങ് ആണ്. ഈ 1.5-2 മിനിറ്റ് റീൽസ് കാണുമ്പോഴും, ഡാൻസ് റീൽസ് കാണുമ്പോഴും ഇത് മാത്രമൊന്നുമല്ല. അപ്പോൾ ഇന്ന് കുറേ കൂടെ ആൾക്കാർ ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞാൽ പോലും അവർക്ക് ആക്ച്വലി അറിഞ്ഞൂടാ. ഈ 2 മിനിറ്റ് റീൽ കണ്ടിട്ട് വരുന്ന ഒരു അതോറിറ്റിയാണ്. ബട്ട് അതല്ലാണ്ട് ഒരു ടൈം എടുത്ത് ചെയ്യുന്ന വർക്ക്. ഞാൻ പണ്ട് അമനൂർ മാധവ ചാക്യാർ ഡെത്ത് സീൻ എനാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഒരു വർക്ക്ഷോപ്പിൽ. നമുക്ക് മുഖരാഗം വന്ന് പറഞ്ഞിട്ടൊരു സാത്വിക ഭാവമുണ്ട്, ചേഞ്ച് ഓഫ് കളർ. അപ്പോൾ അടുത്ത് പോയി നിന്ന്, ഞാൻ ഓർമ്മയുണ്ട്, ശിബിരം, എനിക്ക് അന്ന് 16 വയസ്സ്. ഐ വെൻറ്റ് ആൻഡ് സോ അദ്ദേഹം കളർ മാറ്റി ആ മരണ സീന് കാണിക്കുന്നത്. ഇറ്റ്സ് ആൻ ആക്ട്. ഇത്തരം ട്രഡീഷൻസ് ഉള്ളൊരു നാടാണ് നമ്മുടെ കേരളത്തിലാണ് ഏക അഭിനയ കളരി ഉണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ അഭിനയ കളരിയായിരുന്നു അത്. ഇതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പീപ്പിൾ ലൈക്ക് മീ ഓർ മൈ ജനറേഷൻ ഡസ് നോട്ട് സ്പീക്ക് അബൌട്ട് ഇറ്റ്. നോബഡി വിൽ. മറ്റ് മേഖലയെക്കുറിച്ച്, സിനിമയെക്കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ വിഷയങ്ങൾ ആര് പറയും? ഇത് വെളിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ, അവർക്ക് ആഗ്രഹമുണ്ട്, ലൈക്ക് ഔട്ട്സൈഡ്. ഇന്നിപ്പോൾ മോഹിനിയാട്ടം, എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പഠിക്കുന്നവർ മാത്രമല്ല, ദേ സ്റ്റഡി ഈവൻ വിതൗട്ട് കമ്മിങ് അണ്ടർ. ഐ ഡോണ്ട് ഈവൻ നീഡ് ടു സേ. എനിക്ക് അറിയാത്തത്ര സ്റ്റുഡൻസ് ഉണ്ട് ലോകത്ത്. സോ മെനി പീപ്പിൾ ഹൂ സേ വി ഫോളോ യുവർ വർക്ക്. ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തികളാണ്. So I want to basically now interact with people and ഈ ഡിസെമിനേഷനും ട്രാൻസ്മിഷൻ നടക്കണം. ആ ട്രാൻസ്മിഷൻ്റെ സമയം ആണ് ഇപ്പോൾ. ഇത് പുതിയ മീഡിയയുടെ കാലമാണ്. അതായത് ഇപ്പോൾ യൂട്യൂബ് ഉണ്ട്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ ഒരുപാടുണ്ട്. മേതിൽ ദേവിക വിചാരിച്ചാൽ വേണമെങ്കിൽ ഏത് ഒരു വർക്കിനെ യൂട്യൂബിലിട്ടിട്ട് ലാക്സ് ആൻഡ് ലാക്സ് വ്യൂവേഴ്സിനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കോ എനിക്കോ മേതിൽ ദേവികയുടെ ഒരു പെർഫോമൻസ് അങ്ങനെ കാണണമെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. മേതിൽ ദേവിക കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള പെർഫോമൻസ് മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും തപ്പിയെടുത്താൽ കാണാൻ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വിചാരിക്കുന്നത്? അതിൻ്റെ ഒരു അങ്ങനെ നമ്മളുടെ വർക്കിനെ മിനിമൈസ് ട്രിവിയലൈസ് ചെയ്യരുത്. അത് ചെയ്യാൻ വേറെ ആൾക്കാരൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ എൻ്റെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഓൺ യൂട്യൂബ് ചാനൽ സർപ്പത്തത്വമുണ്ട്, കുട്ടിച്ചേതുണ്ട്. കൊറോണ സമയത്ത് ഞാൻ ചെയ്തൊരു ഇൻസ്ട്രക്ഷണൽ വീഡിയോ, അത് ദീക്ഷിത കൃതിയാണ് ഉപയോഗിച്ചത്. അവിടെ കൊറോണ എന്നുള്ളൊരു വാക്കില്ല, പക്ഷെ അദ്ദേഹം ഈ മഹാരോഗ ചക്രത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ഞാനത് റിലീസ്, അതൊക്കെ നല്ല വൈറലായിരുന്നു, ഗൂഗിൾ ട്രെൻഡിങ് ആയിരുന്നു. അതേപോലെ ഇപ്പോൾ ക്രോസ് ഓവറിൻ്റെ ടീസർ, സ്ത്രീ പ്രേക്ഷയുണ്ട്. ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്, റൈറ്റ്? ഒരു സെൻസ് ഓഫ് സ്പേസേ മാറി. അപ്പോൾ ആക്ച്വലി ഞാൻ മോണിറ്റൈസ് ചെയ്യുന്നില്ല. ഇതൊക്കെ ഒരു വർഷം കൂടുമ്പോൾ ഒന്നിടും.
പക്ഷെ അതിനുള്ള വ്യൂവേഴ്സ് ഉണ്ട്. ഇന്നും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഡാൻസിനെ, മോഹിനിയാട്ടത്തിൻ്റെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അതിനെ ബേസ് ചെയ്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാലാണെങ്കിൽ ഏറ്റവും വ്യൂസ്. അപ്പോൾ ആ നീഷ് സെഗ്മെൻ്റ് ആണെങ്കിലും അതിലിഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ ഫോളോവേഴ്സ്, റൈറ്റ്? ദാറ്റ് സ്റ്റിൽ റൺസ് ഇൻ ടു ലാക്സ് ഓഫ് വ്യൂവേഴ്സ്, മോർ ദാൻ ഇപ്പോൾ ഒരു സാരി ഉടുത്ത് എന്തെങ്കിലും പറയുന്നതിനെക്കാട്ടിലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലും എന്തേ സേ പാർട്ട്ണർ ചെയ്യാം, കൊളാബറേറ്റ് ചെയ്യാം, ഐ ഡോണ്ട് ഡു ഇറ്റ്. ഈവൻ ശ്രീജ, വെൻ പീപ്പിൾ കോൾ മീ ആസ് എ ചീഫ് ഗസ്റ്റ്, റൈറ്റ്? അപ്പോൾ റീസെൻ്റ്ലി സംബഡി സെഡ്, നിങ്ങൾ ഭയങ്കര ധൈര്യമുള്ള ഒരു പേഴ്സണാണ്, അതുകൊണ്ടാണ് നമ്മളൊക്കെ വിചാരിച്ച്. അതല്ല ഞാൻ. ധൈര്യം നമ്മൾക്കൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ആട്രിബ്യൂട്ടാണ്. വാട്ട് ഈസ് മൈ ബാക്ക്ഗ്രൗണ്ട്? നമ്മുടെ വർക്ക് കണ്ടിട്ടുണ്ടോ? കാണാത്തവരാണ് നമ്മളെ ചീഫ് ഗസ്റ്റായി വിളിക്കുന്നത്. സോ ആസ് എൻ അക്കാഡമിഷ്യൻ ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ തീസിസ് ആ സമയത്ത് കറക്റ്റ് ചെയ്യും. ഒരു സമൂഹത്തിന് ഗുണകരമായ ഒരു കാര്യം അങ്ങനെ ആ സമയത്ത് ചെയ്ത്. ഒറ്റ കാര്യം ഞാൻ ഇതിൻ്റെ ഇടയിൽ ചോദിക്കാൻ വിട്ടുപോയത്, അതും കൂടെ നിർബന്ധമായും ചോദിക്കണം എന്ന് തോന്നുന്നു. മോഹിനിയാട്ടം സ്ത്രീകളുടെ ഒരു ആർട്ട് ഫോമായിട്ടാണ് ആദ്യം തൊട്ടേ നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ആ ഒരു ചില പെർഫോമൻസസിൽ ആ മെയിൽ എനർജി കൊണ്ടുവരേണ്ടടുത്ത് ദേവിക ചേച്ചി കൃത്യമായി ആ മെയിൽ എനർജി കൂടെ കൊണ്ടുവന്ന് പെർഫോമൻസായി ഡുവറ്റായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മോഹിനിയാട്ടം എന്ന് പറയുന്നത് അത്തരം നമ്മൾ കേട്ടും കണ്ടു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ചട്ടക്കൂടുകളെ ഭേദിച്ച് പുറത്ത് വന്ന് അത് സ്വയം നവീകരിക്കേണ്ടത് എത്രത്തോളം ആവശ്യമുണ്ട്. ബിക്കോസ് ഒന്ന്, നമ്മൾക്ക് ഇതിൻ്റെ ടെക്നീക്ക്, ഞാൻ അതിൻ്റെ കണ്ടൻറ്റ് ഞാനിപ്പോൾ ചിലപ്പോൾ നീഡ് വന്നാലേ ആ കണ്ടൻറ്റ് സ്റ്റിക്ക് ചെയ്യും. ബട്ട് അതർ ദാൻ ദാറ്റ് ഐ ഡിഫൈൻ മൈ കണ്ടൻറ്റ്. പക്ഷെ ടെക്നീക്ക് ബിൽഡ് ചെയ്യണം. പലപ്പോഴും ഇത് ഒരു മറ്റ് ആർട്ട് ഫോംസിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിരമുള്ളൊരു ബോഡി ഡൈനാമിക് ആൾക്കാർക്ക് അത് നമ്മൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഡു. അപ്പോൾ എനിക്ക് ബേസിക്കലി ബോഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐ ലൈക്ക് വർക്കിംഗ് വിത്ത് ബോഡീസ്. ആൻഡ് നമ്മൾ കേരളൈറ്റ്സ് ഒക്കെ നല്ലോണം അഭിനയിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അഭിനയമൊക്കെ പെട്ടെന്ന് വരും, ആർക്കായാലും. പക്ഷേ അതുകൊണ്ട് തന്നെ അഭിനയം നമ്മൾ പഠിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. ബട്ട് ബോഡിയെ ട്രെയിൻ ചെയ്യേണ്ട, ബോഡിയാണ് നമ്മുടെ ക്രാഫ്റ്റ് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ ഒരു ഗ്രാമർ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഒരു മെയിൽ ബോഡിയെ ഞാൻ ട്രെയിൻ ചെയ്യുമ്പോൾ ഐ ടാപ്പ് ഇൻ ടു ദ നാച്ചുറൽ ഗ്രേസ്. അപ്പോൾ പൊതുവേ ഈ പറയുന്ന ടെർമിനോളജീസ്, ലാസ്യം ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഗ്രേസ്. അപ്പോൾ നമ്മളത് റിയലി ഡിഫൈൻ ചെയ്യും. വിൽ ഗോ ബാക്ക് ടു ദ ശാസ്ത്രം, ദ ഫസ്റ്റ് ശാസ്ത്രം, ആൻഡ് സേ വാട്ട് ഡു യു മീൻ ബൈ ലാസ്യം? ഇറ്റ് ഇസ് നോട്ട് ദി ഓപ്പോസിറ്റ് ഓഫ് താണ്ഡവ, ഇറ്റ് ഇസ് സംതിങ് എൽസ്. പിന്നെ വന്ന് അങ്ങനെയൊക്കെ ആയി. സോ ഈ പറയുന്ന the male energy is very beautiful when it comes to മോഹിനിയാട്ടം, and it is very manly when they do it, right? അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കുറേ എനിക്ക് തോന്നുന്നു കുറേ മെയിൽ സ്റ്റുഡൻസ് എനിക്ക് വരാൻ കാരണം എൻ്റെ തീംസ് അങ്ങനെ ആയതുകൊണ്ടും കൂടെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ചെയ്തത് സിദ്ധാർത്ഥ ഗൗതമ വീട് വിട്ടിറങ്ങിയ ആ ഒരു മൂമെൻറ്റ്, കാവലം സർ അവനൻ കടമ്പ അവാർഡ് എനിക്ക് തരുമ്പോൾ, അപ്പോൾ ആ വീട് വിട്ടിറങ്ങുന്ന ഒരു മോമെൻറ്റ് എന്ന് പറയുന്നത് ബിഫോർ ഹി ബിക്കംസ് വിത്ത്, അത് നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു സമയത്ത് ഈ മണ്ടേൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പാഷനിൽ ഹിൻഡ്രൻസായി വരുമ്പോൾ തോന്നുന്ന ഇത് പ്രകടമാവുന്ന ഒരുപാട് രീതികളിലാണ്, അല്ലേ? ബട്ട് ഇത് ചെയ്യുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഒരു പെർട്ടിക്കുലർ ജെൻഡറിനെയല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്. സിമിലർലി പണ്ട് ഞാൻ ഗോപിക കൃഷ്ണ സംവാദം ചെയ്തിട്ട് ട്വൈലൈറ്റിൽ ഈ കൃഷ്ണനും ഗോപികയും കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ. ഷീ സേസ് എനിക്ക് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കണം. അപ്പോൾ ഹീ സേസ് പോവൂ. അപ്പോൾ ഷീ സേസ് എൻ്റെ വീട് കാട് പോലെയാണ്, ഈ കാട് വീട് പോലെയാണ്. അതൊക്കെ നാരായണ തീർത്ഥൻ്റെ വർക്കാണ്. ദെൻ ഷീ സേസ് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കുട്ടിയെ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇത് 22 വർഷം മുമ്പ് ചെയ്ത വർക്കാണ്. അന്ന് എനിക്ക് സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടി. അന്ന് ഡോക്ടർ പത്മസുബ്രഹ്മണ്യൊക്കെ ഉണ്ടായിരുന്നു. എനിക്കതൊന്നും ചെയ്യാൻ പറ്റും. പക്ഷേ ഹീ സേസ് എന്നോട് വൈ ഡു യു ഫീൽ സോ അട്രാക്റ്റഡ് ടു മീ ഇസ് ബിക്കോസ് യു ഹാവ് ദീസ് തിങ്സ് ദെയർ. ഞാൻ റെഡിലി അവൈലബിൾ ആണെങ്കിൽ ഐ എം നോട്ട് യുവർ പാഷൻ, ഐ എം ഈസിലി അവൈലബിൾ. You have to go through that to achieve me. So as a dancer, there's also a responsibility. പലവരും ചിലവർ അതിനെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പായി കരുതി, ചിലവർ അതൊരു പാഷനായി, ചിലവർ വളരെ ഫിലോസഫിക്കലായി ഒരു ഭക്തി. എന്നെ സംബന്ധിച്ച് ഇതൊന്നുമല്ല. ഐ ഹാവ് എ പിക്ചർ ഇൻ മൈൻഡ് ആൻഡ് ഐ വിൽ ലീവ് ഇറ്റ് ടു ദി ഓഡിയൻസ്. നമ്മളൊരു റൈറ്ററിനെ നമ്മൾ
ഒരു കൊറിയോഗ്രാഫി, ഓർ വെൻ യു റീഡ് എ ബുക്ക്, യു ആർ നോട്ട് ഓൺലി റീഡിങ് ദ ബുക്ക്, യു ആർ ഓൾസോ റീഡിങ് ദ റൈറ്റർ after some time. Once you have read the book, you're also reading the writer. Similarly, when you see the dance, ആ സമയത്ത് നമ്മൾ അറിയില്ല, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ഓൾസോ സീയിങ് ദ ഡാൻസർ. അത് എപ്പോഴാണ് നടക്കുക വെച്ചാൽ വെൻ യു ഇപ്പം ശ്രീജ പറഞ്ഞില്ലേ ദേവികയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് യു ആർ നൗ ഗോയിങ് ത്രൂ മൈ കച്ചേരി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലേ? ട്രൂ. ഒരുപാട് വായിക്കും എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്നാൽ ഇപ്പം വായിക്കുന്ന എന്തോ ഞാൻ ഒരുപാടൊന്നും വായിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഇപ്പോൾ വായിക്കുന്നുണ്ടോ പറഞ്ഞാൽ യെസ്. ഇപ്പം നമ്മൾ ഓരോ സ്പേസിൽ ഓരോ ബുക്സാണ്. ഇപ്പം എൻ്റെ കളരിയിലാണെങ്കിൽ ഇപ്പം ഞാൻ മറ്റേ ഗർഗസംഹിതം, ദ സ്ക്വയർ ആൻഡ് സർക്കിൾ ഓഫ് ഇന്ത്യൻ ആർട്സ്, ഡോക്ടർ കപില വത്സായൻ്റെ. പിന്നെ ഡൈനിങ് റൂമിൽ വന്ന വില്യം ഡാൽറിംപിളുടെ ദ ഗോൾഡൻ റോഡ്. ദെൻ ഐ റെഡ് ദ ബുക്ക് കോൾഡ് ദി അപ്ഗ്രേഡ് ബൈ ലൂയി ആൻഡ് പ്രസൻറ്റൈൻ. എൻ്റെ ബെഡ്റൂമിൽ വന്നു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഇറ്റ് ഈസ് യുനോ ലെജൻഡ് ഐക്കൺ സ്റ്റാർ ഷാറുഖ് ഖാൻ. സോ അതാണ് നമ്മൾ ഒരു സറിയലിസത്തിലേക്ക് റിയലിസം ആൻഡ് ഫൈനലി ഫങ്ഷണൽ ആൻഡ് ഇൻസ്പിറേഷണലിലേക്ക് നമ്മൾ വരും. ഒരു സാഹിത്യോത്സവത്തിൻ്റെ വേദിയിൽ അതും കൂടെ അറിയേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അത് ചോദിച്ചത്. അതായത് കളരിയിൽ ഒരാളും ഡൈനിങ് റൂമിൽ മറ്റൊരാളും ഇതൊന്നും അല്ലാത്തൊരാളുമാണ് ബെഡ്റൂമിൽ നമുക്ക് മുന്നിലെത്തുമ്പോൾ. ഉറങ്ങുമ്പോൾ ഏറ്റവും ഈസി റീഡായിരിക്കണം. നമുക്ക് അവിടെ കയറി മറ്റേ തത്വം മറ്റേ സിദ്ധം ഒന്നും നടക്കില്ല. സോ ദെൻ യു ലുക്ക് അറ്റ് പീപ്പിൾ ഹു ഹാവ് ലിവ്ഡ് ദെയർ ലൈഫ് സക്സസ്ഫുള്ളി. ശരി, എന്നെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ കൈ കാണിക്കുന്നുണ്ട്. ഡോക്ടർ മേതിൽ ദേവിക എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് തോന്നിയിട്ടുള്ളത്, മുമ്പ് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര വിഷയങ്ങൾ ഇനിയും ചോദിക്കാനുണ്ടാവും. കാരണം അത് ഒരു കാഴ്ചക്കാരിയുടെ കൗതുകം കൂടിയാണ് എന്നെ സംബന്ധിച്ച്. ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ 1 മണിക്കൂർ ഇങ്ങനെ യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട് ചോദ്യം ചോദിക്കാൻ, അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബൈറ്റ് വേണമെന്ന നിർബന്ധമൊന്നും ഇല്ലാണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് കൂടുതൽ ചേച്ചിയുടെ വർക്കുകൾ സ്റ്റേജിൽ തന്നെ കാണാനും, കൂടുതൽ വ്യത്യസ്തമായ വർക്കുകൾ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ എല്ലാം കാണാനും അറിയാനും കാത്തിരിക്കുന്ന ഒരു ആസ്വാദകയുടെ കൗതുകം ബാക്കി വെച്ച് ഞാൻ ഈ കോൺവെർസേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വലിയ സന്തോഷം, ഒപ്പം ഹൃദയം നിറഞ്ഞ നന്ദി കേരള നിയമസഭാ സാഹിത്യോത്സവ സംഘാടകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. എല്ലാവർക്കും നന്ദി.